ബിജെപിയിലെ സ്ഥാനാർത്ഥി പട്ടിക കുഴഞ്ഞുമറിഞ്ഞ നിലയിലാണ്. സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച ഏറ്റവും പുതിയ പട്ടികയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തിയുമുണ്ട്. ബിജെപിയിലെ ഈ അതൃപ്തി വോട്ടിനെ ബാധിക്കുമോ? ഈ വിഷയമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് ന്യൂസ് 18 പൊതുവേദി വയ്ക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. കോൺഗ്രസിന്റെ 4 സീറ്റിലാണ് അനിശ്ചിതത്വം തുടരുന്നതെങ്കിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎയുടെ 15 സീറ്റിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ബിഡിജെഎസിന് തൃശൂർ അടക്കം 5 സീറ്റുകൾ കൊടുത്തതോടെ പല ബിജെപിക്കാർക്കും മത്സരിക്കാൻ ഇടമില്ലാതായ സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. വിഷ്ണു, LDF പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പ്രചരണത്തിൽ സജീവമായി മുന്നിട്ട് നിൽക്കുന്ന സ്ഥിതി. UDFന്റെ കാര്യത്തിലാണെങ്കിൽ 4 സീറ്റിൽ മാത്രമാണ് ഒരു അവ്യക്തത. പക്ഷേ ബിജെപിയുടെ കാര്യം നേരെ തിരിച്ചാണ്. അവരുടെ ഒരു മണ്ഡലത്തിലും ആരെ നിർത്തണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം വോട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ, വോട്ട് വീഴുന്ന കാര്യത്തിൽ വരുമ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്താണ് അഭിപ്രായം? ഇല്ല, സംഭവം ഇതിപ്പോ ഒരു 30 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചാലും ഇനിയിപ്പോ ഇലക്ഷന്റെ തലേദിവസം പ്രഖ്യാപിച്ചാലും കാര്യമില്ല. കാരണം കാര്യമൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ കേരളത്തില് ഒന്നാന്ന് പറഞ്ഞാൽ ആൾക്കാര് നമ്മള് മതേതരത്വം എന്ന് പറയുന്നെങ്കിലും എല്ലാവരും ജാതിപരമായിട്ട് മതപരമൊക്കെ ആയിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആൾക്കാർ പലരും അവരുടെ ജോലിക്കാര്യം, അവരുടെ പാർട്ടിപരമായിട്ട് ജോലി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ സ്വന്തം സ്വജനപക്ഷപാതം, ഇതൊക്കെ നോക്കിയാൽ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ നേരത്തെ BJPയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? ഈ കേരളത്തിൽ വലിയ പൊസിഷൻ ഒന്നും ചേർക്കാൻ പറ്റാത്ത പൊസിഷൻ. അവർക്കാണെങ്കിൽ NSSനെയും കൂടെ നിർത്താൻ വയ്യ, SNDPയും കൂടെ നിർത്താൻ വയ്യ. അങ്ങനെ നിൽക്കാൻ നേരത്തെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം അവര് പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നീട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തൃശ്ശൂര് അവർക്ക് പിന്നെ വെള്ളാപ്പള്ളിയുടെ മകൻ അവൻ നിൽക്കുന്നെന്ന് പറയുന്നു. അവന്റെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വോട്ട് പിടിക്കാൻ പറ്റും. ജയിക്കാനൊന്നും പോകുന്നില്ല. 3ാം സ്ഥാനത്തെ എല്ലായിടത്തും വരും. ട്രിവാൻഡ്രത്ത് ഒരു ചാൻസ് ഉണ്ട്. അതൊരു ചെറിയൊരു ജാതി സമവാക്യം വെച്ച് നോക്കുമ്പോൾ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ കാര്യമൊന്നുമില്ല. BJPയുടെ കാര്യം ടോട്ടൽ പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി വിഷ്ണു. അനൂപ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. അനൂപ്, സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് നൽകിയ സ്ഥാനാർത്ഥി പട്ടികയുണ്ട്. അതിൽ പാർട്ടിക്കുള്ളിലെ അണികൾക്കിടയിൽ തന്നെ അതൃപ്തി തുടരുകയാണ്. ഓരോ നേതാക്കളും തങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റുകളിൽ തന്നെ മത്സരിക്കണം, ആ സീറ്റ് തന്നെ വേണമെന്ന ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു അതൃപ്തി വോട്ടിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇവരൊരു മനക്കോട്ട കെട്ടിയിരിക്കുകയാണ്. ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ കേരളത്തിന്റെ മണ്ണിൽ ഒരു മനക്കോട്ട കെട്ടിയിരിക്കുകയാണ്. അവരുടെ വിചാരം ഈ കേരളത്തിന്റെ മണ്ണിലെ ഹിന്ദുക്കളെല്ലാം ഹിന്ദുവാദികളും തീവ്രവാദികളാണ് എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലുമല്ല. ഇപ്പൊ നമ്മൾ ഉൾപ്പെടുന്ന ജനസമൂഹം കേരളത്തിലെ വിദ്യ കൊണ്ടും 100% സാക്ഷരത കൊണ്ടും പ്രബുദ്ധരായ ഒരു മണ്ണാണ് കേരളം. ഈ കേരള മണ്ണിൽ BJPയുടെ വർഗീയത ഒരു കാരണവശാലും ഈ കേരളം അംഗീകരിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പരിശോധിച്ചാൽ മതി. അവർക്കെല്ലാം വേണ്ടത് ഇപ്പൊ 2-3 സീറ്റുകളിലാണ്. ആ സീറ്റുകളിൽ അവര് കൃത്യമായ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഭിന്നിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തി എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് പിടിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. പക്ഷെ അതൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ അവരെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഇലക്ഷനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചാലും മതി, ഒരു 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചാലും മതി. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കത് മനസ്സിലായി പോകുന്നത്. പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പിസം കളിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് BJPക്കാര്. അത് ഉള്ള വോട്ട് കൂടി കുറയ്ക്കുക എന്നല്ലാതെ കൃത്യമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ അവർ കേരളത്തെ നോക്കിക്കാണുന്നത് SNDPയുടെ കുറച്ച് വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലും ഈ ഒരു ഇലക്ഷനിൽ അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള സത്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അപ്പൊ ഒരു ദിവാസ്വപ്നം കണ്ടിരിക്കുകയാണ് അവര് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി അനൂപ്. പ്രതികരിച്ചതിന് പിണറായിയിൽ നിന്ന് പ്രേമൻ എന്ന പ്രശ്നം ചേരുന്നു. പ്രേമൻ, BDJSന് തൃശൂർ അടക്കം 5 സീറ്റ് കൊടുത്തു. അതോടെ തന്നെ ബാക്കി പാർട്ടിയിലെ നേതാക്കൾക്ക് പലർക്കും മത്സരിക്കാൻ ഇടമില്ലാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ പലർക്കും അതൃപ്തിയുമുണ്ട്. ഈ ഒരു അതൃപ്തി വോട്ടിനെ ബാധിക്കുമോ? എന്താണ് കരുതുന്നത്? തീർച്ചയായും ബാധിക്കും. BJPയുടെ പല നേതാക്കന്മാർക്കും സീറ്റില്ല എന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബാധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വലിയൊരു മോഹന വാഗ്ദാനങ്ങളാണ് BJP നൽകിയത്. ഗുജറാത്ത് മോഡൽ, ഗുജറാത്തിൽ അത്രയും വികസനമാണ് നടക്കുന്നത്. അതുകൊണ്ട്
രാജ്യവ്യാപകമായി അത്തരത്തിലുള്ള വികസനം നടക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയിലെ പല നേതാക്കൾക്കും സീറ്റില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി ആഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് പല പാർട്ടികളിൽ നിന്ന് കടന്നു വന്ന ആൾക്കാർ സീറ്റ് കൊടുക്കുന്ന ഒരു സമീപനമാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രവർത്തകർ ഈ BJPയെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, നന്ദി പ്രമൻ പ്രതികരിച്ചതിന്. ശോഭൻ ചേരുകയാണ് മധ്യപ്രദേശിൽ നിന്ന്. ശോഭൻ, ഈ സ്ഥാനാർത്ഥി പട്ടികയിന്മേലുള്ള പാർട്ടിക്കുള്ളിലെ തന്നെ അതൃപ്തി അത് വോട്ടിനെ ബാധിക്കുമോ? തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ പാർട്ടിയെ ബാധിക്കും? എന്താണ് തോന്നുന്നത്? LDF സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ വളരെ ദൂരം മുന്നോട്ട് പോകാനൊക്കെയും BJPയിലും കോൺഗ്രസിലും LDFിലും പറഞ്ഞോളൂ ശോഭൻ, UDFും BJPയും ഇപ്പോഴും സീറ്റിന് വേണ്ടി അടി നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ അടി നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിൽ നിന്ന് ആര് ജയിച്ചാലും നാളെ BJPയിലേക്ക് പോവുകയാണ്. എനിക്ക് 1973-78 മഹാനായ നടൻ അടൂർ പാസി പാടിയ ഒരു ഗാനം ഓർമ്മ വരികയാണ്. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. മധ്യപ്രദേശിൽ നിന്ന് ശോഭനാണ് പ്രതികരിച്ചത്. പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി പട്ടികയിന്മേലുള്ള അതൃപ്തി വോട്ടിനെ ബാധിക്കുമോ എന്നാണ് ചോദിച്ചത്. ശിവദാസൻ ചേരുകയാണ് ബാലരാമപുരത്ത് നിന്ന്. ശിവദാസൻ, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? എനിക്ക് പറയാനുള്ള മേഡം വേറെ ഒന്നുമല്ല. BJPയുടെ സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും CPIയുടെ സ്ഥാനാർത്ഥിയായാലും എല്ലാം ആലോചിച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ കോൺഗ്രസും BJPയിലും പെട്ടെന്നൊരു സ്ഥാനാർത്ഥി നിർണ്ണയം നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം അതിൽ നേതാക്കന്മാർ കൂടുതലാണ്. പ്രത്യേകിച്ചും BJP ഇപ്പൊ കേരളത്തില് വരുന്ന ഒരു സീറ്റ് അവർക്ക് MLA ആയിട്ടുള്ളൂ, നമ്മുടെ നിയമം മാത്രം. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളിലും അതിസൂക്ഷ്മമായതോടു കൂടി മാത്രമേ നിർത്താൻ പറ്റൂ. കാരണം അവർക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോൾ അത് ഏറ്റവും വലിയ വിജയമാണ്. പിന്നെ വോട്ട് കിട്ടൂല എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കറിയാത്ത ആൾക്കാരാണ്. BJP ശക്തമായ ഒരു വരവ് കേരളത്തിൽ വരും. ഈ വരവ് ഈ നാശം ഉണ്ടായി. ഈ വരവ് നശിക്കുന്നത് CPM കോൺഗ്രസുമാണ്. പ്രത്യേകിച്ചും നശിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം കോൺഗ്രസിന് തന്നെ ഇപ്പോൾ ഇത്രയും പാരമ്പര്യമുള്ള കോൺഗ്രസ് സീറ്റ് നിലനിർത്താൻ പറ്റിയില്ല. എന്റെ പൊളിറ്റിക്കൽ കാരണം ഞാൻ പ്രവർത്തകനാണ്, അത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും ഇപ്പം മത്സരരംഗത്തെ വിജയരംഗത്തോട് ബാധിക്കും. BJPയുടെ നേട്ടം ഈ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു വിജയമായിരിക്കും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. ഈ ഇലക്ഷന് ശേഷം ഈ നമ്പറിൽ ഞാൻ വിളിച്ച് ഈ പറഞ്ഞ പേഴ്സണലോട് ഞാൻ തിരികെ അവസരം തരണം. കാരണം വ്യക്തമായി ഞാൻ പറയുന്നു, BJPക്ക് നേട്ടം ഉണ്ടാവും. നന്ദി. ശിവദാസനാണ് പ്രതികരിച്ചത്. വടകരയിൽ നിന്ന് കമറുദ്ദീൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. കമറുദ്ദീൻ, തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പല നേതാക്കളുടെയും ലക്ഷ്യം പത്തനംതിട്ടയായിരുന്നു. പക്ഷേ പത്തനംതിട്ടയുടെ കാര്യത്തിലാണ് ഇപ്പോഴും പലതരത്തിലുള്ള ആശങ്കയും അവ്യക്തതയും തുടരുന്നത്. ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. അത് പത്തനംതിട്ടയുടെ കാര്യത്തിൽ മാത്രമല്ല, പല സീറ്റുകളുടെയും കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ പട്ടികയിന്മേലുള്ള പാർട്ടിക്കുള്ളിലെ തന്നെ നേതാക്കളുടെ ഈ അതൃപ്തി അത് വോട്ടിനെ എത്രത്തോളം ബാധിക്കുമെന്ന് തോന്നുന്നു? അത് ബാധിക്കുന്നില്ല. അതിലൊന്നും BJPയുടെ എവിടെ സ്ഥാനാർത്ഥി നിപ്പിച്ചാലും പഴയ ചരിത്രം തന്നെ ആവർത്തിക്കാം. അവരുടെ വോട്ട് കുറയുക എന്നതാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ കുമ്മങ്കൻ തന്നെ നിപ്പിച്ചത് കൊണ്ട്, കുമ്മങ്കൻ ഇല്ലെങ്കിൽ അവിടെയും ഇതേ തന്നെ സ്ഥിതി വരാം. അവിടെയൊന്നും ബാധിക്കൊന്നില്ല. അവിടെ ബാധിക്കാനുള്ള ഒരു അവസരമൊന്നുമില്ല. പത്തനംതിട്ട BJPനെ തൊടാനും ഒരു എന്താ പറയാ വോട്ട് കുറയാൻ മിക്കവാറും നമ്മളെ ഇതിൽ പറയുന്നത്. വോട്ട് കഴിയുന്നതും കുറയും. ശരി, നന്ദി. കമറുദ്ദീൻ പ്രതികരിച്ചതിന്. പത്തനംതിട്ടയിൽ നിന്ന് അനീഷ് ചേരുകയാണ്. അനീഷ്, തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ പല നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നു തനിക്ക് ഈ സീറ്റ് കിട്ടിയെങ്കിൽ ജയിക്കാമായിരുന്നു, മത്സരിക്കാൻ താല്പര്യമുള്ള ചില സീറ്റുകളുണ്ടായിരുന്നു. അത്തരത്തിലൊന്നായിരുന്നു പത്തനംതിട്ടയൊക്കെ. എന്നാൽ പല നേതാക്കളുടെയും ഈ ആഗ്രഹത്തിന് കേന്ദ്ര നേതൃത്വം തന്നെ തടയിടുകയാണ്. അതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അതൃപ്തിയിലേക്കും പാർട്ടിക്കുള്ളിലെ BJPയിലെ തന്നെ നേതാക്കൾക്കിടയിൽ അതൃപ്തിയിലേക്ക് നയിച്ചതും. ഈ ഒരു അതൃപ്തി വോട്ടിനെ എത്രത്തോളം ബാധിക്കുമെന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് ഇലക്ഷൻ നടന്ന സമയത്ത് ചെയ്ത വാഗ്ദാനങ്ങള് ഇപ്പം എയർപോർട്ടുകളടക്കം വിൽക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ സംഭവങ്ങളും വിറ്റുമുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു മനുഷ്യന് തയ്യാറാകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ശബരിമല പ്രശ്നം പ്രത്യേകിച്ചുണ്ട് എങ്കിൽ തന്നെ ഇവർക്ക് വോട്ട് പോലും കിട്ടുന്ന സാഹചര്യം വളരെ ചുരുക്കമാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പത്തനംതിട്ടയിൽ ഇവർ കിടന്ന് അടിയുണ്ടാക്കുന്നത്, പക്ഷേ പത്തനംതിട്ടയിൽ വോട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വോട്ട് കിട്ടാൻ പോലും സാധ്യതയില്ല. ആ രീതിയിലാണ് BJPയുടെ സാഹചര്യം കേരളത്തിലുള്ളത്. പിന്നെ ഈ സീറ്റിന് വേണ്ടി കിടന്ന് അടിയുണ്ടാക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കേരളത്തിൽ.
ശരി, നന്ദി അനീഷ്. പ്രതികരിച്ചതിന് തൃശൂരിൽ നിന്ന് ഗോകുൽ എന്ന പ്രശ്നം ചേരുകയാണ്. ഗോകുൽ, ഈ സീറ്റ് സംബന്ധിച്ച അതൃപ്തി, സ്ഥാനാർത്ഥി പട്ടിക നീളുന്നത്, അതെല്ലാം BJP എത്രത്തോളം പ്രതിസന്ധിയിലാക്കും? ഈ ഒരു അതൃപ്തി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ടിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക അത് വൈകിയാലും അത് നേരത്തെ കൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തന്നെയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുകൊണ്ട് രാജ്യത്തിൽ BJPക്കെതിരായി വന്നിരിക്കുന്ന തരംഗം അത് കേരളത്തിലെ പ്രബുദ്ധ കേരളം ഏറ്റെടുത്തുകൊണ്ട് BJPക്കെതിരായ ശക്തമായ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഈ ശബരിമല വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് BJP കാണിക്കുന്ന ഈ ഷൈനിങ് പൊളിറ്റിക്സ് അതിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ ഇറക്കിക്കൊണ്ട് അവര് വലിയൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് അവര്. പക്ഷേ അത്തരത്തിൽ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും കേരളത്തിനകത്ത് നിന്ന് ഉണ്ടാവുകയില്ല. ശരി, നന്ദി ഗൂഗിൾ. പ്രതികരിച്ചതിന് കണ്ണൂരിൽ നിന്ന് ദാസൻ ചേരുകയാണ്. ദാസൻ, ശബരിമല വിഷയമടക്കം ഉന്നയിച്ചുകൊണ്ട് ചില സീറ്റുകളിൽ നേട്ടം കൊയ്യാമെന്നായിരുന്നു പല നേതാക്കളും ലക്ഷ്യമിട്ടത്. പക്ഷേ അതിനെയൊക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അവരവർക്കിഷ്ടമുള്ള സീറ്റുകളിൽ മത്സരിക്കുന്ന കാര്യമൊന്നും നടപ്പില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഒരു അതൃപ്തി വലിയ രീതിയിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം വോട്ടിനെ ബാധിക്കും? വോട്ടിനെ ബാധിക്കും. BJPക്ക് നഷ്ടം തന്നെ ഈ അടി. കാരണം കോൺഗ്രസിലെ ഉമ്മൻചാണ്ടിയെ പോലെയാണ് BJPയിലെ മുരളീധരൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീധരൻപിള്ള മത്സരത്തിന് മാറിയേക്കണം. എന്നിട്ട് ആ MD രമേശിനെ പത്രം തെറ്റിയും കാസർഗോഡ് ഈ സുരേന്ദ്രൻ നിൽക്കണം, പാലക്കാട് നമ്മളെ ഇവളെയും ശോഭാ സുരേന്ദ്രൻ. അങ്ങനെയൊക്കെ ആയ BJPക്ക് അതേപോലെ കോൺഗ്രസിനെക്കാട്ടും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നിടക്കട്ടെ ചിലപ്പോൾ 3 or 4 സീറ്റ് ചിലപ്പോൾ BJP നേടിയേക്കും. കോൺഗ്രസിന്റെ ആ സിദ്ധികൾ നോക്കുന്ന അവസ്ഥയാണ് വയനാട്ടിൽ. അതുകൊണ്ട് ഈ BJP കണക്കാ, എല്ലാ പാർട്ടിക്കാരെ കണക്കാ. അടിയന്നെ ഇത് എങ്ങനെയാണ് കേടി പറ്റാൻ പറ്റൂ, അതല്ലേ നോക്കുന്നത്. നാട്ടുകാരെ പറ്റി ജീവിക്കുക. ശരി, നന്ദി ദാസൻ. പ്രതികരിച്ചതിന് മൂവാറ്റുപുഴയിൽ നിന്ന് സനീഷ് എന്ന പ്രശ്നം ചേരുകയാണ്. സനീഷ്, പല സീറ്റുകളുടെയും കാര്യത്തിൽ ഇപ്പോഴും ധാരണയെത്തിയിട്ടില്ല. ഏതൊക്കെ നേതാക്കൾ മത്സരിക്കുമെന്നതിലും അവ്യക്തത തുടരുകയാണ്. കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഇവരൊന്നും ഇല്ലാതെയായിരിക്കും പട്ടിക എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെയുള്ള ഈ ഒരു അതൃപ്തി വോട്ടിനെ എത്രത്തോളം ബാധിക്കും? ഒരു പാർട്ടിയുടെ ഉള്ളിലുള്ളതിനേക്കാളും തമ്മിലിടിയാണ് ഇപ്പൊ BJPയിൽ എല്ലാവരും നേതാക്കന്മാരാവാനാണ് നോക്കണേ. ശ്രീധരൻപിള്ള ആദ്യം പറഞ്ഞു മത്സരിക്കുന്നില്ല, ഒറ്റ സീറ്റും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രീധരൻപിള്ള ഇപ്പൊ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തയ്യാറാവുന്നു എന്ന് കേൾക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ ശബരിമല കേസിലെ ജയിൽവാസ അനുഭവിച്ചതും കഷ്ടപ്പാടുപെട്ടതും ഈ സുരേന്ദ്രനാണ്. ആ സുരേന്ദ്രന് ചോദിക്കുന്ന സീറ്റ് നൽകാതെ ഈ ശ്രീധരൻപിള്ളയെ പോലെ അത്യാഗ്രഹമോഹികൾ ഈ പാർട്ടിയെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഒറ്റ സീറ്റും BJPക്ക് ലഭിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ ഒരു വോട്ട് പോലും BJPക്ക് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ശരി, നന്ദി സനീഷ്. പ്രതികരിച്ചതിന് കോഴിക്കോട് നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രശ്നം ചേരുന്നു. ബാലകൃഷ്ണൻ, BJPയിലെ അതൃപ്തി, സ്ഥാനാർത്ഥി പട്ടികയിന്മേലുള്ള അവ്യക്തത അത് വോട്ടിനെ എത്രത്തോളം ബാധിക്കും? അതായത് 2014 വരെ BJP മത്സരിക്കുന്നത് വോട്ട് മറച്ചു വിറ്റ് എങ്ങനെ പണം നേടാനുള്ളായിരുന്നു. ഇപ്പം കേന്ദ്ര ഭരണം ഉള്ളതുകൊണ്ട് ആ മറച്ചു വെക്കാൻ പ്രയാസമുണ്ടാവും. കാരണം കേന്ദ്ര നേതൃത്വം ചോദ്യം ചെയ്യും. അപ്പൊ സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട് കിട്ടും. ആ ഫണ്ട് പരമാവധി സ്വന്തം പോക്കറ്റിലാക്കാൻ എന്ന ലക്ഷ്യം മാത്രമാണ് ഇവരെ മുന്നിലുള്ളത്. അപ്പൊ ഇവർ എത്ര വലിയ സ്ഥാനാർത്ഥിയായാലും വലിയ കാര്യമൊന്നുമില്ല. നയവും നിലപാടില്ലാത്ത ഒരു പാർട്ടിക്ക് ഈ കേരളത്തിൽ പ്രസക്തിയില്ല. ഈ കേരളം ഇങ്ങനെയാക്കി വരുകൊണ്ടല്ലോ. ഈ കേരളം ഇന്ന് വരെ വളർന്നു നിന്ന പാർട്ടിയല്ല ഇവര്. പക്ഷെ കേരളം മറ്റെല്ലാ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ്. അതിൽ ഇവരെ പങ്കെന്താ? അപ്പൊ ഇവരെ ജനം എന്നോ മറന്നു കഴിഞ്ഞതാ. അപ്പൊ ഞങ്ങൾ മറന്നിട്ടില്ല. ഞങ്ങൾ ഇന്റർവ്യൂ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഒറ്റപ്പാട് മാത്രമാണ് ഈ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി ഉണ്ടാവുന്നത്. അതല്ലാണ്ട് BJPക്ക് ഇവിടെ യാതൊരു പ്രസക്തിയില്ല. നേരത്തെ പലരും പറഞ്ഞ പോലെ തന്നെ കിട്ടിയ വോട്ട് പോലും ഇവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം എല്ലാ സ്ഥലത്തും കുമ്മൻ നിൽക്കില്ലോ. കുമ്മൻ ഒന്നല്ലുള്ളൂ. ഏത് കുമ്മൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ കുമ്മൻ ഒന്നല്ലുള്ളൂ. അപ്പൊ നിർത്താൻ പറ്റുന്ന വ്യക്തി പോലും ഇവർക്ക് എല്ലാ പേരിന് സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ മിസോറാമിലെ ഗവർണർ കുമ്മനത്തെ അവർ നിറച്ചു കൊണ്ടുവന്നത്. അപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ശരി, നന്ദി ബാലകൃഷ്ണൻ. പ്രതികരിച്ചതിന് വൈക്കത്ത് നിന്ന് ശ്രീവത്സൻ എന്ന പ്രശ്നം ചേരുന്നു. ശ്രീവത്സൻ, ഇപ്പോൾ പാർട്ടിയിലേക്ക് പുതുതായി വന്ന ടോം വടക്കൻ, KS രാധാകൃഷ്ണൻ ഇതുപോലെയുള്ളവർക്ക് സീറ്റ് നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പല BJPക്കാർക്കും മത്സരിക്കാൻ സ്ഥലമില്ലാതാവുന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പാർട്ടിക്കുള്ളിൽ നേതാക്കൾക്കിടയിലെ അതൃപ്തിയും തമ്മിലടിയും രൂക്ഷമാവുകയും ചെയ്യുന്നു. BJPയിലെ ഈ അതൃപ്തി വോട്ടിനെ എത്രത്തോളം ബാധിക്കുമെന്ന് തോന്നുന്നു?
കേരളത്തിലെ BJPയുടെ വോട്ടിംഗ് ഷെയർ കുറയാനാണ് സാധ്യത. കാരണം ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എന്ന നിലപാടോട് സ്വീകരിച്ചത് അവർക്ക് SNDPയുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് തുഷാറിനെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇതിലെ പ്രധാന പ്രവർത്തകരായിട്ടുള്ള കുറെ ആളുകൾ പുറന്തള്ളുകയും അണികളിൽ തന്നെ വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല BJP അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കഴിഞ്ഞ 5 വർഷക്കാലമെടുത്ത നിലപാടുകൾ രാജ്യത്തെ കൊള്ളയടിക്കാനും കുത്തകകൾക്ക് വിൽക്കാനുമുള്ള ഒരു സമീപനം, അതുപോലെ നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റം, പൊതുമേഖലകൾ ഓരോന്നോരോന്നായി വെട്ടി വിൽക്കപ്പെടുന്ന ഒരവസ്ഥയെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള നിലപാട് ഈ രാജ്യത്ത് ഉയർന്നു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീവത്സൻ. പ്രതികരിച്ചതിന് പെരുമ്പാവൂരിൽ നിന്ന് അബൂബക്കർ എന്ന പ്രശ്നം ചേരുകയാണ്. അബൂബക്കർ, സ്ഥാനാർത്ഥി പട്ടിക നീളുന്നത് ഈ സീറ്റുകളുടെ കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ തന്നെയുള്ള ഈ ആശയക്കുഴപ്പം, തമ്മിലടി, അത് എത്രത്തോളം BJPയെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വോട്ട് വീഴുന്ന കാര്യത്തിൽ ഏത് രീതിയിൽ ബാധിക്കും? ഈ BJPയുടെ സ്ഥാനാർത്ഥികളിൽ ഇപ്പൊ ഏതെല്ലാം രീതിയിലും ഏതെല്ലാം മണ്ഡലങ്ങൾ ചോദിച്ച് മത്സരിച്ചാലും ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ വിജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. നമ്മുടെ PM വേലായുധൻ, അദ്ദേഹം നല്ലൊരു നേതാവാണ്, അറിയപ്പെടുന്ന ഒരു നേതാവും കൂടിയാണ്. അയാളെയൊക്കെ ഒരു വിധത്തിലും ഒരു സ്ഥലത്തും അടുപ്പിക്കാതെ ഇപ്പൊ മാവേലിക്കരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ജയിക്കൂന്നല്ല പറയണം, ഒരുവിധമുള്ള വോട്ടുകളൊക്കെ കുറെ അങ്ങേർക്കൊക്കെ പിടിക്കാനുള്ള കഴിവുണ്ട്. സുരേന്ദ്രനൊക്കെ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ മേത്തേക്കോറും ജനങ്ങളുടെ മേത്തേക്കോറും വർഗീയതയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുരേന്ദ്രനും ശ്രീധരൻപിള്ളയൊക്കെ എങ്ങനെ മത്സരിച്ച് ജയിക്കുന്ന ഈ പറയുന്നത് അതൊന്നും ഈ കേരളത്തിൽ വിലപ്പോകുന്ന ഒരു കാര്യമല്ല. എനിക്ക് പറയാനുള്ളത് അതാണ്. ശരി, ഉസ്മാൻ ചേരുകയാണ്. ഉസ്മാൻ, LDFന്റെ കാര്യത്തിലായാലും UDFന്റെ കാര്യത്തിലായാലും പല മണ്ഡലത്തിലും വിജയസാധ്യതയുള്ള നേതാക്കളെ മുൻനിർത്തിയാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. പക്ഷേ BJPയുടെ കാര്യത്തിൽ ഏത് മണ്ഡലത്തിൽ ആരെ നിർത്തണമെന്ന കാര്യത്തിൽ പോലും അവ്യക്തത തുടരുകയാണ്. ഈ ഒരു അതൃപ്തി വോട്ടിന്റെ കാര്യത്തിൽ ഏത് രീതിയിൽ ബാധിക്കും? വോട്ടിന്റെ കാര്യത്തിൽ നല്ല രൂപത്തിൽ ഏത് ബാധിക്കും ഇപ്രാവശ്യം? കാരണം ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാത്ത ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിലും കേരളത്തിലുള്ളത്. ശരി, പറഞ്ഞോളൂ ഉസ്മാൻ, കേൾക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പള്ളിയിലച്ചന്മാരും പണ്ഡിതന്മാരൊക്കെ സമീപിച്ചിട്ട് 4 വോട്ട് കിട്ടാനുള്ള പാർട്ടിയിലാണ് എല്ലാ പാർട്ടിക്കാരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് പള്ളിയാവട്ടെ, മുസ്ലിംസ് ആണെങ്കിലും ശരി, ദളിത് വിഭാഗമാണെങ്കിലും ശരി, എല്ലാവരുടെ കാര്യങ്ങളും പരിഹരിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മളെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് കൊള്ളരുതാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 പാർട്ടിക്കാരും. അപ്പം വലതുപക്ഷം പ്രതിപക്ഷമാണെങ്കിലും രണ്ടും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പൊ മൂന്നാമതായിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന നല്ലൊരു പാർട്ടി വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനുള്ളത്. ശരി, നന്ദി ഉസ്മാൻ. പ്രതികരിച്ചതിന് പാലക്കാട് നിന്ന് സിദ്ദിഖ് എന്ന പ്രശ്നം ചേരുന്നു. സിദ്ദിഖ്, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ഈ സ്ഥാനാർത്ഥി നിർണയം ഇത്രയും വൈകി പോകുന്നത് BJPക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാലക്കാട് ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. പാലക്കാട് ശരിക്കും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ C കൃഷ്ണകുമാറാണ്. കാരണം പാലക്കാട് ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് C കൃഷ്ണകുമാർ. അദ്ദേഹം ഇതുവരെ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ 5000-ൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് 44,000 ചില്ലറ വോട്ടിനാണ് അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് വന്നത്. അപ്പോ ഇത് കൃത്യമായി നമ്മള് ഇത് ചെയ്യുകയാണെങ്കിൽ പാലക്കാട് BJPക്ക് ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള തർക്കങ്ങൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ശരി, നന്ദി സിദ്ദിഖ്. പ്രതികരിച്ചതിന് LDF പൂർണ്ണമായും UDF ഭാഗികമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ BJPക്ക് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തിയും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ അതൃപ്തി BJPയെ വോട്ടിന്റെ കാര്യത്തിൽ ഏത് രീതിയിൽ ബാധിക്കുമെന്നതാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച ചോദ്യവും. സമ്മിശ്ര പ്രതികരണമാണ് വന്നത്. പക്ഷേ ഭൂരിപക്ഷം പ്രേക്ഷകരും മുന്നോട്ട് വെച്ച അഭിപ്രായം എന്ന് പറയുന്നത് BJPക്ക് കാര്യമായ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്.